ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോനയുടെ പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യോന ഒരു പ്രോഫറ്റ് ഒരു പ്രവാചകനായിരുന്നു. അമിഥയുടെ മകനാണ്. യോനയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്ക് 4 അധ്യായമേ അതിലുള്ളൂ എങ്കിലും അതിൽ വിലയേറിയൊരു അർത്ഥവത്തായിട്ടൊരു പാഠം ആ യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും അതിൽ ഏറെ അർത്ഥവത്തായിട്ടുള്ളതും നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. യോനയുടെ പുസ്തകം ആരാണ് എഴുതിയെന്നുള്ളത് വേദപണ്ഡിതന്മാർ പറയുന്നില്ല. അത് എനിക്ക് എങ്ങും കാണുവാൻ സാധിക്കുന്നില്ല. എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് യോന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ചിന്തിക്കുമ്പോൾ യോന ഒരു പ്രോഫറ്റ് ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, യോനയുടെ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? യോനയുടെ സ്റ്റോറി കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ളവർക്ക് സുപരിചിതമാണ്. യോനയുടെ സ്റ്റോറി. അമിഥയുടെ മകനായ യോനയ്ക്ക് ഒരു ദിവസം യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നു. അങ്ങനെയാണ് 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. എന്താണ് യഹോവയുടെ അരുളപ്പാട് യോനയ്ക്കുണ്ടായത്? യോനയോട് യഹോവ പറയുന്നു, നിനവയിലേക്ക് പോകണം. കാരണം അവിടെ അതിന് പിന്നിൽ കാരണം യഹോവ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം പറയുന്നത്? അതായത് നിനവയിലെ ജനങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് അവിടെ ചെന്ന് പ്രസംഗിക്കാനാണ് യോനയോട് യഹോവ അരുളി ചെയ്യുന്നത്. അങ്ങനെ അതിന് പ്രകാരം യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിനു വേണ്ടി പുറപ്പെട്ടു. യോനയോട് യഹോവ നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു അനുസരണക്കേടാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നത്. അവൻ നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീശിലേക്കുള്ള കപ്പൽ കയറുന്നതായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുന്നു. അതിനുശേഷം അങ്ങനെ കപ്പലിലേക്ക് കയറി യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. നമ്മുടെ യഹോവയായ ദൈവം ഇത് എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യഹോവയായ ദൈവം കാണുന്നുണ്ട്. ഇതിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം, യോനയ്ക്ക് നല്ലപോലെ നമ്മുടെ ദൈവത്തെ അറിയാം. അതായത് യഹോവയെ അന്വേഷിക്കുകയും യഹോവയ്ക്ക് വേണ്ടി പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ് യോന. നല്ലപോലെ യഹോവയെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും യഹോവ പറയുന്നത് അനുസരിക്കാതെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് കപ്പൽ കയറുമ്പോൾ യോനയുടെ മനസ്സിലൂടെ എന്താണ് ഓടിയത് എന്ന് നമ്മൾ ഓരോരുത്തരായിട്ട് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അവൻ കപ്പൽ കയറുന്നു. യഹോവ സമുദ്രത്തിൽ വലിയൊരു കാറ്റ് അടുപ്പിക്കുന്നു. വലിയൊരു കാറ്റ്. അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. അതായത് താന്താൻ്റെ ദേവനോട്. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം അതിൻ്റെ അർത്ഥം. അവിടെ പല ദേവന്മാരെ ആരാധിക്കുന്ന ആളുകൾ ആ കപ്പലിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ പല ദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഈ കപ്പലിലും അങ്ങനെ തന്നെ. അങ്ങനെ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരവരുടെ ദേവനോട് നിലവിളിക്കുന്നു. അങ്ങനെ കപ്പലിന്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്കുകളെ ഓരോന്നായിട്ട് സമുദ്രത്തിലേക്ക് എടുത്ത് കളയാൻ തുടങ്ങി. എന്നിട്ടും കപ്പലിന് ശാന്തത, അതായത് കടലിന് ശാന്തത വരുന്നില്ല. കപ്പലിൻ്റെ ഉഴൽച്ചയ്ക്ക് ശാന്തത വരുന്നില്ല. അങ്ങനെ അവര് നോക്കുമ്പോൾ യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. അങ്ങനെ കപ്പൽ പ്രമാണി കാണുന്നത് യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്നു. അങ്ങനെയായി അവരെല്ലാം കൂടെ ഒരു ചീട്ടിട്ട് നോക്കുവാൻ തീരുമാനിച്ചു. അതായത് ഇതാരുടെ കാരണമാണ് ഇങ്ങനൊരു കഷ്ടത, ഇങ്ങനെയൊരു പ്രയാസം ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ ചീട്ടിട്ട് നോക്കിയാണ് ചെയ്യുന്നത്.
അങ്ങനെ ചീട്ട് യോനയ്ക്ക് വീണപ്പോൾ അവനോട് ചോദിച്ചു, നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നവനാണ്? നീ ഏത് ജാതിക്കാരനാണ്? നിന്റെ ജോലി എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചു. അപ്പോൾ അവന് അതിന് മറുപടിയായിട്ട് പറയണം, ഞാനൊരു എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനാണ് ഇത് ചെയ്തത്? അതിൻ്റെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, യോന തന്നെ അവരോട് പറയുന്നുണ്ട്, ഞാൻ യഹോവ പറയുന്നത് അനുസരിക്കാതെ നിനവിലേക്ക് പോകാതെ തർശീശിലേക്കുള്ള കപ്പലിലാണ് ഞാൻ കയറിയത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആ പുരുഷന്മാർക്ക്, ആ വ്യക്തികൾക്ക് തന്നെ ഭയമായി. ഇത്രയും ദൈവത്തെ നല്ലോണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് യോന. തന്നെ പറയാണ്, ഞാനൊരു എബ്രായനാണ്. ഈ കടലിനെയും കരയെ ഉണ്ടാക്കിയ സ്വർഗീയനായ ആ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് തന്നെ അവൻ പറയാണ്, ആ ദൈവത്തിൽ നിന്ന് ഞാൻ അനുസരണക്കേട് കാണിച്ച് ഞാൻ ഓടിപ്പോവുകയാണ് ചെയ്യുന്നതെന്ന് ആ യോന തന്നെ പറയുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് കേട്ടിട്ട് ആ കപ്പലിലുണ്ടായിരുന്ന മറ്റു വ്യക്തികൾക്ക് ഭയം വന്നു. അത്യന്തം ഭയപ്പെട്ടു. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞ ആ ക്ഷണത്തിൽ തന്നെ അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സമുദ്രം ഒന്ന് അടങ്ങേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യോനയോട് ചോദിച്ചപ്പോൾ യോന ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്നെ സമുദ്രത്തിലേക്ക് എടുത്ത് കളയുക എന്ന് പറഞ്ഞു. തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാണ്ട്, അവരന്നിട്ടും ആ കപ്പലിനെ കരയ്ക്കടുപ്പിച്ച് ഇവനെ എടുത്തു കളയാൻ എന്നൊരു ചിന്തയിൽ വന്നപ്പോൾ പോലും സമുദ്രം അടങ്ങുന്നില്ല. കപ്പലിനെ അവർക്ക് കരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു? ആ യോനയെ എടുത്ത് സമുദ്രത്തിലേക്ക് എടുത്ത് കളയുകയാണ് ചെയ്തത്. ആ നിമിഷം പ്രിയ ദൈവമക്കളെ, നമ്മൾ അറിയാതെയും യോനയെ അറിയാതെയും ആരും അറിയാതെ, കപ്പലിലുള്ളവർ ആരും അറിയാതെ തന്നെ അവിടെ ഒരു ദൈവിക കൽപ്പന, ഒരു ദൈവിക പ്രവൃത്തി അവിടെ കാണുന്നുണ്ട്. പിന്നെ അവർ യോനയെ എടുത്ത് അതിൻ്റെ 15-ാം വാക്യത്തിൽ, 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. പ്രിയമക്കളെ, നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ യഹോവ ഒരു മത്സ്യത്തോട് കൽപ്പിച്ച് യോനയെ വിഴുങ്ങാനായിട്ട് റെഡിയായിട്ട് ഒരു മത്സ്യം ആ സമുദ്രത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ആ മത്സ്യം യോനയെ വിഴുങ്ങുന്നു. അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ ഈ യോന കിടക്കുന്നതായിട്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യോന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ക്ഷമ ചോദിക്കുകയും കരയുകയും രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു യോനയുടെ നിലവിളിയാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുന്നത്. ആ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, രക്ഷ യഹോവയുടെ പക്കൽ നിന്നാണ് വരുന്നത്. യോനയ്ക്ക് ശരിക്കും അറിയാം, യോന ഒരു എബ്രായനാണ്. ഈ കടലിനെയും കരയെയും ഉണ്ടാക്കിയ സ്വർഗീയനായ യഹോവയെ ഭജിച്ചു വരുന്ന ഒരു വ്യക്തിയാണെന്ന് പരിപൂർണമായി അവൻ തന്നെ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ അവന്റെ അനുസരണക്കേടിനെ അവന് സമ്മതിക്കുന്നുണ്ട്. അതിനുണ്ടായ ഒരു ഫലമാണ് ഇത് എന്ന് 3 രാവും 3 പകലും അവൻ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന അയ്യം വിളിക്കുന്നത് അവൻ ചെയ്ത അനുസരണക്കേടിന്റെ ഫലമാണെന്ന് അവന് മനസ്സിലാക്കി അവൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും കരയുകയും, ദൈവമേ നീ എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ 2-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ ഒടുവിൽ പറയുന്ന രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. അതായത് അവന് പരിപൂർണമായി മനസ്സിലായി, എന്നെ ഇനി രക്ഷിക്കാൻ എൻ്റെ യഹോവയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ 2-ാം പ്രാവശ്യം യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും യഹോവ എന്താണ് അരുളി ചെയ്യുന്നത്? യോനെ, നീ നിനവയിലേക്ക് പോകുക. നീ എന്തിനാണ് ഇത് ചെയ്തതെന്നും ദൈവം അവിടെ ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. 2-ാം പ്രാവശ്യം യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നു, നീ നിനവയിലേക്ക് പോവുക എന്ന്. അതിൻ പ്രകാരം യോനയ്ക്ക് മനസ്സിലായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, നീ എവിടെ ചെന്നാലും എൻ്റെ യഹോവയുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ 2-ാമത് യോന നിനവയിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നിനവയിൽ എത്തിച്ചേരുന്നു. നിനവയിൽ എത്തിയിട്ട് അവിടുത്തെ ജനങ്ങളോട് അവൻ പറയുന്നു, യഹോവ എന്താണ് ഉദ്ദേശിക്കുന്നത്, യഹോവ എന്താണ് കൽപ്പിക്കുന്നുള്ളതെന്ന് അവൻ ഈ നിനവയിലെ ജനങ്ങളോട് പറയുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു.
നിനവയിലേക്ക് ചെന്നിട്ട് അവൻ യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാക്കൂ എന്ന് ഘോഷിച്ചു പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ദുഷ്ടതയ്ക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും കാരണം ഒരു 40 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഈ നഗരം ഉന്മൂലനാശമായി തീരുമെന്ന് യോന അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിച്ച് പറയുന്നതാണ് അവിടെ കാണുന്നത്. അപ്പോഴത്തേക്ക് നിനവിലെ ജനങ്ങൾക്ക് പേടിയായി. അവര് എന്ത് ചെയ്യുന്നു? എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച്, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കശീല ഉടുത്തു. വാർത്ത നിനവ രാജാവിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവർ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് ചാക്ക് പുതച്ച് ചാരത്തിലിരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയത് രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെ ആജ്ഞയാകുന്നു. മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒരു വസ്തുവും ആസ്വദിക്കരുത്. അതായത് അവർ പരിപൂർണമായും കംപ്ലീറ്റ്ലി അവരൊരു ഫാസ്റ്റിംഗ് പ്രേയറിന്, അതായത് ഉപവസിക്കാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ മുട്ടുകളെ മടക്കുവാനായിട്ട് രാജാവ് വിളംബരം ചെയ്തു. അങ്ങനെ രാജാവും പ്രജകളും എല്ലാവരും അവരവരുടെ തെറ്റുകളും മനസ്സിലാക്കി അവരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അതിൻ്റെ അവസാനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവം പിന്നെയും മനസ്സലിഞ്ഞു. ആമേൻ. അത് നമ്മൾ ശ്രദ്ധയോട് കേൾക്കേണ്ട ഒരു കാര്യമാണ്. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നമ്മൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ എന്താണ് ചെയ്യുന്നത്? 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം പിന്നെയും മനസ്സലിഞ്ഞ് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്ര കോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ തന്നെ പറയുവാണ്, ദൈവത്തിന് ഞങ്ങളോട് മനസ്സലിവ് തോന്നുമായിരിക്കാം. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, യഹോവ അവരുടെ പ്രവർത്തികളാൽ യഹോവയ്ക്ക് അത് മനസ്സിലായി. അവരവരുടെ ദുർമാർഗം വിട്ടുമാറി എന്ന് മനസ്സിലായപ്പോൾ പ്രിയ ദൈവമക്കളെ, താൻ അവർക്ക് വരുത്തു എന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം മനസ്സു മാറ്റി അത് വരുത്തിയതുമില്ല. പ്രിയ ദൈവമക്കളെ, നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു, ഉപവാസത്തോടും പ്രാർത്ഥനയോടും അവരുടെ ചെയ്ത തെറ്റുകളെ അവർ തിരിച്ചറിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവരെ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തു എന്ന് വിചാരിച്ചിരുന്ന അനർത്ഥം അത് മാറ്റി അവരെ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ അവരെ ആ ദൈവം 40 ദിവസം കഴിയുമ്പോൾ ആ നഗരത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ വാക്കിൽ നിന്ന് യഹോവ ആ വാക്കിൽ നിന്ന് മാറി, ആ തീരുമാനത്തിൽ നിന്ന് മനസ്സ് മാറ്റി എന്ന് അത് വരുത്തിയതുമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതും എന്നെ ചിന്തിപ്പിച്ചതുമായത് വാക്യത്തിലേക്കാണ് നമ്മൾ കടക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം, ഈ വാക്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ യോന പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കി തന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഈ യോന എന്ന് പറയുന്ന പ്രവാചകൻ, ഞാൻ കടലിനെയും കരയെ ഉണ്ടാക്കിയ സ്വർഗീയനായ യഹോവയെ ഭജിച്ചു വരുന്ന യോനയ്ക്ക് അത്യന്തം ദേഷ്യമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അവൻ എന്താണ് ദേഷ്യം വരാൻ കാരണം? അതായത് യോനയോട് യഹോവ ആദ്യം അരുളി ചെയ്തത്, നീ നിനവയിലേക്ക് പോയി അവിടുത്തെ ജനങ്ങളോട് പറയുക, അവർ ചെയ്ത പ്രവൃത്തികൾ കാരണം ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറി ദൈവം അവരോട് മനസ്സലിവ് കാണിച്ച് അവരെ വിടുവിച്ച ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി എന്നാണ് 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവന് കോപം വന്നു. അവന് അത്യന്തം അനിഷ്ടമായത് മാത്രമല്ല, അവൻ അവിടെ ഒരു പാപപ്രവൃത്തിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലേ നിന്നോട് പറയുന്നത്? എനിക്കറിയാം അവരൊക്കെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർ ചെയ്ത പ്രവൃത്തികളെ എല്ലാം അവർ കറക്റ്റ് ചെയ്ത് അവർ ദൈവമാർഗത്തിലേക്ക് വരുമ്പോൾ നീ അവരോട് ക്ഷമിക്കുകയും നീ അവരെ വീണ്ടും കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ തർശീസിലേക്ക് പോകാതെ ഞാൻ നിനവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോകുക എന്നൊരു ചിന്തയിലേക്ക് വന്നു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലേ?
അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥം വരുത്തുന്നതിൽ വിമുഖനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് യോന യഹോവയോട് പറയുകയാണ് ചെയ്തത്. അവൻ പിതാവായ ദൈവത്തോട് കോപിക്കുകയാണ് ചെയ്തത്. ദൈവം ചെയ്ത തീരുമാനത്തിൽ, യഹോവയായ ദൈവം എടുത്ത തീരുമാനത്തിന് അവന് അനിഷ്ടമായി, അവന് ദേഷ്യം വന്ന് യഹോവയോട് അവൻ തിരിച്ചു മറുപടി പറയുന്നതായിട്ടാണ് അവിടെ സാധിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇനി അവൻ പറഞ്ഞ വാക്ക് സംഭവിച്ചത്, അതായത് 40 ദിവസം കഴിഞ്ഞ് യഹോവ അരുളി ചെയ്തത് 40 ദിവസമാവുമ്പോൾ ഞാൻ ഇനി ഈ നിനവെ നശിപ്പിക്കൂ എന്നുള്ളത് സംഭവിക്കാതിരുന്നത് കാരണം അവന് അനിഷ്ടമായി, അവന് ദേഷ്യമായി. അവൻ പറഞ്ഞ വാക്ക് അവിടെ നടന്നില്ല എന്നൊരു ചിന്തയിൽ അവൻ പറഞ്ഞു, ഇനി എനിക്ക് ജീവിക്കേണ്ട, മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് അവന് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കണം. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ, നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടായ പാപങ്ങൾ, ഇതിലെല്ലാം നമ്മൾ കരഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അതിന് പകരമായിട്ട് നമ്മൾ യഹോവയോട് ദേഷിക്കുകയോ നമ്മൾ കോപിക്കുകയോ ചെയ്ത, ദൈവമേ നീ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ചെയ്തത്, ഞാൻ പറഞ്ഞതിനപ്പുറമായിട്ട് ദൈവമേ ഇങ്ങനെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് പറയുന്നത്, നീ കോപിക്കുന്ന ഉചിതമോ എന്ന് യഹോവ ചോദിച്ചു. നീ കോപിക്കുന്ന ഉചിതമാണോ യോനെ എന്ന് യഹോവ ചോദിക്കുമ്പോൾ യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്ത് ചെന്നിരിക്കുകയാണ്. അത് അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കുടിലുണ്ടാക്കിയിട്ട് ആ നഗരത്തിന് ഇനി എന്താണ് സംഭവിക്കുക, അതായത് നിനവയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് അവൻ നഗരത്തിന് വെളിയിൽ ചെന്ന് ഒരു കുടിലുണ്ടാക്കി അവിടെ ഇരിക്കുകയാണ്. കാരണം അവൻ യഹോവയോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ പുറത്തു പോയിരിക്കുകയാണ് ചെയ്തത്. അവന് വേണ്ടിയിട്ട് ഒരു കുടിലൊക്കെ ഉണ്ടാക്കി അവൻ എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവൻ എന്താണ് കാണുന്നത്, ദൈവം പറഞ്ഞ രക്ഷയാണോ അവിടെ നടക്കാൻ പോകുന്നത് നിനവേ ദേശത്തിന്, അതോ അത് നശിക്കാൻ പോവുകയാണോ എന്നുള്ളത് കാണാനായിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. ആ അതിന്റെ കീഴിൽ അവന് തണലിൽ പാർത്തിരിക്കുകയാണ്. യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. എന്നിട്ടും നമ്മളോട് സഹതാപം കാണിക്കുന്ന ദൈവമാണ്, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. യഹോവയോട് കോപിച്ച് മാറി തിരിഞ്ഞു പോയ യോനയ്ക്ക് അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് യഹോവ അവിടെ ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുന്നു. അതായത് അവന് തണലിന് വേണ്ടി, അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് യഹോവയായ ദൈവം ഒരു ആവണക്കിനെ അവിടെ കൽപ്പിച്ചുണ്ടാക്കുന്നു. അവിടെ ആവണക്കെന്ന് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നു. അതിനെ യഹോവ അപ്പം കൽപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്തത്. അവന് മീതെ വളർന്നു പൊങ്ങി. യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിൽ കാണുന്നത്, യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേ ദിവസം പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. പ്രിയമുള്ളവരെ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് ദേഷ്യപ്പെട്ട് കോപിച്ച് യോന മാറിപ്പോകുമ്പോഴും യോനയ്ക്ക് അവന്റെ സങ്കടത്തിൽ ഒരു സന്തോഷമായിക്കോട്ടെ, ഒരു തണലായിക്കോട്ടെ എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം അവനൊരു ആവണക്കിനെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ ആവണക്കുകളില്ലേ? നമ്മുടെ ജോലി, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ജീവിത സൗകര്യങ്ങൾ, സുഖ സൗകര്യങ്ങൾ, നമ്മുടെ ആരോഗ്യം, അങ്ങനെ നമുക്ക് പല ആവണക്കുകൾ ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദൈവം തന്ന ദാനങ്ങളാണ് അതെല്ലാം. അങ്ങനെ പല ആവണക്കുകൾ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ, അതായത് നമ്മുടെ ചൂടിന് ഒരു തണലായിട്ട്, നമ്മുടെ സങ്കടത്തിന് ഒരു സന്തോഷമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ആവണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആവണക്ക് കാരണം നമ്മൾ അത്യന്തം സന്തോഷിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവണക്കിലാണോ നമ്മൾ സന്തോഷിക്കുന്നത്, അതോ നമുക്ക് ദാനമായി തന്ന പിതാവായ ദൈവത്തിങ്കിലാണോ നമ്മളുടെ സന്തോഷമുള്ളത്? നമുക്ക് ദൈവത്തോട്, നമ്മുടെ യഹോവയോട് കോപിച്ചിട്ട് നമ്മൾ ആ ആവണക്കിനെ ആശ്രയിച്ചാൽ, ആ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഉണ്ടായ ആ ആവണക്ക് 7-ാം വാക്യത്തിൽ ദൈവത്തിന് അവിടെ ഒരു പുഴുവിനെയും കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. ആ പുഴുവിനെ എന്തിനാണ് കൽപ്പിച്ചത്? ആ ആവണക്കിനെ കുത്തി അത് വാടി പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിന്റെ 7-ാം വാക്യം, ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. അതായത് ആവണക്ക് തന്ന ദൈവത്തിന് ഒരു പുഴുവിനെയും കൽപ്പിച്ചാക്കുവാൻ സാധിക്കും.
അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവണക്ക് കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ നമ്മുടെ യഹോവയായ ദൈവത്തോട് നമ്മൾ കോപിച്ച് മാറിയിരിക്കുകയാണോ ചെയ്യുന്നത്? ആ ആവണക്ക് നിനക്ക് തന്ന ദൈവത്തിന് ആ പുഴുവിനെ നൽകി അതിനെ വാടിക്കളയിപ്പിക്കുവാനും സർവശക്തനായ ദൈവത്തിന് കഴിയും. ആ 4-6 വാക്യത്തിലുണ്ടായ ആവണക്ക് 7 വാക്യത്തിൽ വാടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും യോനയ്ക്ക് ദേഷ്യം വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 8 വാക്യത്തിൽ സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കിന് അവന് ചൂടടിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം തന്നെയാണ് ആവണക്ക് അവന് സന്തോഷത്തിന് വേണ്ടി ഒരുക്കിയത്. ആ യഹോവയായ ദൈവം തന്നെയാണ് ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കുന്നു ആ കിഴക്കൻ കാറ്റ്, അത്യുഷ്ണമായ കിഴക്കൻ കാറ്റും അവിടെ കൽപ്പിച്ചുണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കിഴക്കൻ കാറ്റും ആ പുഴുവിൻ്റെ അവസ്ഥ, അത്യുഷ്ണമായ കിഴക്കൻ കാറ്റിൻ്റെ അവസ്ഥ, അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ടില്ലേ പ്രിയമക്കളെ? അപ്പോഴൊക്കെയും നമ്മൾ ദൈവത്തിലാണോ ആശ്രയിച്ചിട്ടുള്ളത്, അതോ ദൈവത്തിനോട് നമ്മൾ കോപിച്ച് മാറിയിരിക്കുകയാണോ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ആവണക്ക് തന്ന ദൈവത്തിന് പുഴുവിനെ കൽപ്പിച്ചാക്കുവാനും അത്യുഷ്ണമായ കിഴക്കൻ കാറ്റ് തരുവാനും സർവശക്തനായ ദൈവത്തിന് കഴിയും. നമ്മുടെ പരിപൂർണമായ ആശ്രയം നമ്മുടെ ജോലിയിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ സുഖസൗകര്യങ്ങളിലോ നമ്മുടെ സൗന്ദര്യത്തിലോ ഒന്നും ആകരുത്. നമ്മുടെ ആരോഗ്യത്തിലോ ആയിരിക്കരുത്. അതിനെയൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റിക്കളയുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 9 വാക്യത്തിൽ പറയുന്നു, അതിൻ്റെ 8 അവസാനം പറയുന്നു, വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചയിച്ചു. ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു. ദൈവം യോനയോട് 9 വാക്യത്തിൽ പറയുന്നു, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്ന ഉചിതമോ എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും അവൻ അത്യുഷ്ണമായ കിഴക്കൻ കാറ്റും പുഴു വന്ന് ആവണക്കിനെ നശിപ്പിച്ചപ്പോഴും അവന് ഇനി എനിക്ക് ജീവിക്കേണ്ട, മരിക്കുന്നത് തന്നെ എനിക്ക് ഉചിതമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 9 വാക്യത്തിൽ പറഞ്ഞു, നീ ഒരു ആവണക്ക് നിമിത്തം നീ വീണ്ടും കോപിക്കുവാണോ? നീ കോപിക്കുന്നത് ഉചിതമാണോ? ഒരു ആവണക്ക്, ഈ കാണുന്ന ഈ സുഖസൗകര്യങ്ങൾ, ഈ പണവും ഈ പ്രതാപങ്ങളും ഈ ആരോഗ്യം, ഈ ഒരു നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണോ നീ കോപിക്കുന്നത്? അതിൻ്റെ 10 വാക്യത്തിൽ പറയുന്നു, യഹോവ പറയാണ്, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രി കൊണ്ട് ഉണ്ടായി വരികയും അടുത്ത രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ഈ ആവണക്കിനെ കുറിച്ച് നിനക്ക് സഹതാപം തോന്നുന്നുവെങ്കിൽ, നീ അധ്വാനിച്ചിട്ടില്ല ഒരു ആവണക്ക് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. നീ വളർത്തിക്കൊണ്ട് വന്നതല്ല ആ ആവണക്ക്. നിനക്ക് തണലായിട്ട് യഹോവ തന്ന ഒരു ആശ്രയമാണത്. യഹോവ തന്ന ഒരു അഭയസ്ഥാനമാണ്. അത് പിറ്റേ ദിവസം നശിച്ചു പോയപ്പോൾ അതിനോട് നിനക്ക് സഹതാപം തോന്നുന്നുവെങ്കിൽ, ഈ നിനവേലെ ജനങ്ങളെ, എത്ര ജനങ്ങളെയാണെന്ന് പറയുന്നത്, അടുത്ത രാത്രി നശിച്ചുപോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് സഹതാപം തോന്നുന്നുവല്ലോ. എന്നാൽ എൻ്റെ 11 വാക്യത്തിൽ പറയുന്നു, എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള ആ മഹാനഗരമായ നിനവയോട് എനിക്ക് സഹതാപം തോന്നാതിരിക്കുമോ? ഓക്കെ, അതിനകത്ത് പറയുന്നത് ഇത്രയും 1,20,000 പരം ചില്ലുവാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് സഹതാപം തോന്നരുതോ? നിനക്ക് ഇന്നുണ്ടായി നാളെ നശിച്ചു പോയ ആവണക്കിനോട് നിനക്ക് സഹതാപം ഉണ്ട് എങ്കിൽ ഇത്രയും നശിച്ചു പോകുന്ന ജനങ്ങളോട് എനിക്ക് സഹതാപം തോന്നാതിരിക്കുമോ? പ്രിയ ദൈവമക്കളെ, നമ്മളും ഇത് വളരെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ യഹോവ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. യഹോവയുടെ സന്നിധിയിൽ നിന്ന് നമുക്ക് ഓടിപ്പോകുവാൻ സാധിക്കില്ല. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അനുസരണക്കേട് കാണിച്ച് നമുക്ക് ഒളിക്കുവാൻ വേറെ ഒരു സ്ഥലവും ഇല്ല. യഹോവ സകലതും കാണുന്ന പിതാവായ ദൈവമാണ്. ആ ദൈവം എന്താണ് കൽപ്പിക്കുന്നത് അതനുസരിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തെ കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ സങ്കീർത്തനം 46:1 പറയുന്നുള്ളൂ, ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മൾ ഏകരാണെന്ന്. നമ്മൾ ഏകരായി പോയെന്ന് വിചാരിക്കരുത്. ആവണക്കിന് തന്ന ദൈവം അതിന് പുഴുവിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കുവാനും നമ്മുടെ സ്വർഗത്തിലായ ദൈവത്തിന് സാധിക്കും. പക്ഷെ നമ്മളെ ഏൽപ്പിക്കേണ്ടത്, നമ്മളെ സമ്പൂർണമായി നമ്മൾ ദൈവത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അനുസരണക്കേട് കാണിക്കാതെ യഹോവ എന്താണ് കൽപ്പിക്കുന്നത് അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഓരോ നിമിഷവും നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യോബിന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 12 വാക്യത്തിലും 15 വാക്യത്തിലും പറയുന്നു, അവൻ
പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്തു ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും? നമ്മുടെ കർത്താവായ ദൈവം, നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് യഹോവയുടെ പ്രവൃത്തിയാണ്. അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ. ഞാൻ എത്ര നീതിമാനായിരുന്നാലും, ഞാൻ എത്ര മിടുക്കനായാലും, നമ്മൾ എത്ര മിടുക്കിയായിരുന്നാലും, നമ്മൾ എത്ര പെർഫെക്റ്റ് ആണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് തോന്നിയാലും, നമുക്ക് നമ്മുടെ യഹോവയായ ദൈവം ചെയ്യുന്ന തീരുമാനങ്ങൾക്ക് നമുക്ക് അവനോട് ഉത്തരം പറയുവാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. അത് അവൻ ചെയ്യുന്നതാണ്. 12-ാം വാക്യത്തിൽ പറയുന്ന പോലെ അവൻ പറിച്ചെടുക്കുന്നു, ആരവനെ തടുക്കും? അവന് ചെയ്യുന്ന അവന്റെ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും? നമ്മൾ എത്ര നീതിമാനായിരുന്നാൽ പോലും നമ്മുടെ യഹോവയുടെ സന്നിധിയിൽ അത് നമുക്ക് ചോദിക്കുവാൻ ഒരിക്കലും അതിനുള്ള ഒരു റൈറ്റ് ഇല്ല. ഈ വാക്യത്താൽ, ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം ഓരോ നിമിഷം കർത്താവിങ്കിൽ പരിപൂർണമായും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.